പാലക്കാട് ജില്ലയിലെ വാളയാർ, കൊല്ലങ്കോട്, മീനാക്ഷിപുരം, കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പോക്സോ കേസുകൾ താരതമ്യേന കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് ആഭ്യന്തര വകുപ്പ്. ജില്ലാ ജനജാഗരൺ സമിതി, ജില്ലാ വനിതാ സെൽ, സഖി, ജില്ലാ ചൈൽഡ് ആൻഡ് വെൽഫെയർ ഓഫീസർ, വനിതാ സംഘടനകളുടെ പ്രതിനിധി എന്നിവരാണ് ഈ ടാസ്ക് ഫോഴ്സിൽ ഉണ്ടാവാൻ പോകുന്നത്. ക്രമസമാധാന പാലനത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകളിലൂടെ വാർത്തകളിൽ നിറഞ്ഞ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പുതിയ നീക്കത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് നേരിട്ടാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഗുണ്ടകളെ ഒതുക്കാൻ ഒരറ്റത്ത് DGP റവാഡ ചന്ദ്രശേഖർ ഒരു നീക്കം നടത്തുമ്പോൾ അതിർത്തിയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കാക്കാൻ മറ്റൊരിടത്ത് AIG പൂങ്കുഴലിയെ തന്നെ ചെന്നിത്തല നിയോഗിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൺ തന്റെ കൈകളിൽ ഭദ്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് മന്ത്രിയുടെ ഈ പുതിയ തീരുമാനം. പോക്സോ വേട്ടക്കാരുടെ ഉറക്കം കെടുത്താൻ പൂങ്കുഴലി ഉടൻ പാലക്കാടേക്ക് വണ്ടി കയറും. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാലക്കാടൻ ഗ്രാമങ്ങളിലെ പോക്സോ മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച അതിശക്തമായ പ്രതിരോധ കോട്ടയാണ് ഓപ്പറേഷൻ പാലക്കാട്. ഓപ്പറേഷൻ തൂഫാനിലൂടെ ഗുണ്ടകളുടെ നടുവൊടിച്ചതിന് പിന്നാലെ ചെന്നിത്തല പുറത്തെടുക്കുന്ന ഈ പുതിയ വജ്രായുധം കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സുരക്ഷാ ദൗത്യമായി മാറും. ചെന്നിത്തലയുടെ പുതിയ ട്രംപ് കാർഡ് മറ്റാരുമല്ല, അതായത് ഡിപ്പാർട്ട്മെന്റിലെ കണിശക്കാരിയായ IPS ഉദ്യോഗസ്ഥ പൂങ്കുഴലിയാണ്. 2013 ബാച്ച് ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി എറണാകുളം DCP ആയിരുന്ന കാലത്ത് നഗരത്തിലെ ലഹരി ഗുണ്ട മാഫിയകളുടെ നെഞ്ചുടുപ്പ് കൂട്ടിയ കനൽത്തരിയാണ്. എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് ഫയൽ നോക്കുന്നതിനേക്കാൾ ഫീൽഡിലിറങ്ങി കൃത്യമായ പ്ലാനിങ്ങോടെ പ്രതികളെ പൂട്ടുന്നതാണ് ഇവരുടെ ശൈലി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ള ഉദ്യോഗസ്ഥ. പാലക്കാട് അതിർത്തി ഗ്രാമങ്ങളിലെ സങ്കീർണമായ സാമൂഹ്യാവസ്ഥയും കുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങളും വേരോടെ പിഴുതറിയാൻ പൂങ്കുഴലിയേക്കാൾ മികച്ച ഒരു ചോയ്സ് ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലില്ല. പാലക്കാട് ജില്ലയിലെ വാളയാർ, കൊല്ലങ്കോട്, മീനാക്ഷിപുരം, കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷൻ പരിധികളിൽ പോക്സോ കേസുകൾ അസാധാരണമാവിധം വർദ്ധിക്കുന്നതായി നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് അടിയന്തരമായ ഒരു ഇടപെടലിന് ചെന്നിത്തല നേരിട്ട് ഉത്തരവിട്ടത്. വെറും 3 ദിവസത്തിനകം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. തുടർന്ന് കൃത്യം 3 മാസത്തിനകം ഈ മേഖലയിലെ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലേക്ക് സമർപ്പിക്കും. വാളയാർ ഉൾപ്പെടെയുള്ള വ്യാവസായിക മേഖലകളിൽ മാതാപിതാക്കൾക്ക് പുലർച്ചെ തന്നെ ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം കുട്ടികൾ വീടുകളിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം മുതലെടുത്ത് ലഹരി ലൈംഗിക മാഫിയകൾ മുതലെടുക്കുന്നുണ്ടോ എന്ന് സംഘം വിശദമായി പരിശോധിക്കണം. കൂടാതെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണുകളുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ സ്വഭാവത്തിലും മാനസിക നിലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും അവരെ ലക്ഷ്യമിടുന്ന ഓൺലൈൻ ചതിക്കുഴികളും പൂങ്കുഴലിയുടെ ടാസ്ക് ഫോഴ്സ് വിപുലമായി അന്വേഷിക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത.